بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة ഇന്നത്തെ നമ്മുടെ ക്ലാസ് ശംസിയായ ലാമിൻ്റെ അവസാന ഭാഗമാണ്. ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിക്കാം, ഖായിദയിലേക്ക് ശ്രദ്ധിക്കുക. അടുത്ത അക്ഷരം ഷീൻ. അലിഫ് ലാം ശംസിയായ ലാം, ശേഷം ഷീൻ ഷദ്ദ ഫത്ഹ, അലിഫ് മദ്ദ, അശ്ശാ ഫ കസ്റ ഫി, ഐൻ കസ്റ, യാ മദ്ദ, ഐ, നൂൻ ഫത്ഹ, ന. കൂട്ടി വായിക്കുമ്പോൾ അശ്ശാഫിഈന, ഉച്ചാരണം അശ്ശാഫിഈന. വഖഫ് ചെയ്യുമ്പോൾ അശ്ശാഫിഈൻ. അടുത്തത് കസ്റാക്കപ്പെട്ട ഷീൻ. അശ്ശിതാഇ, അശ്ശിതാ. അശ്ശുഹ, വഖഫ് ചെയ്യുമ്പോൾ അശ്ശുഹ്. ഇനി ലാമിന് ശേഷമുള്ള ഉദാഹരണം ലിശ്ശാരിബീന, ലിശ്ശാരിബീൻ. വസ്ൽ ചെയ്ത് ഉച്ചരിക്കുന്നതിന് ഉദാഹരണം ബിശ്ശാകിരീന, ബിശ്ശാകിരീൻ. ഇന്നശ്ശിർക, വഖഫ് ചെയ്യുമ്പോൾ ഇന്നശ്ശിർക്ക്. ബിശ്ശുഹദാഇ, ബിശ്ശുഹദാ. അടുത്ത അക്ഷരം ലാം. അൽ-ലത്തീഫു, അൽ-ലത്തീഫ്. അൽ-ലുഅ്ലുഉ, അൽ-ലുഅ്ലു. ലാമിന് ശേഷം ലില്ലദീന, വഖഫ് ചെയ്യുമ്പോൾ ലില്ലദീൻ. ബില്ലൈലി, ബില്ലൈൽ. ഇതോടുകൂടി ശംസിയായ ലാമിൻ്റെ ഉദാഹരണം അവസാനിച്ചു. ശംസിയയും ഖമരിയയും പേരിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. എങ്ങനെയാണ് പേരിൽ നിന്ന് തിരിച്ചറിയുക? ഒന്ന് വശംസ്, ഒന്ന് വൽ ഖമർ. വശംസു വൽ ഖമറു, അശംസു വൽ ഖമറു. ഇങ്ങനെ തന്നെ ഖുർആനിലുണ്ട് അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ഇവിടെ അശംസു എന്നാണ് ആദ്യം പറഞ്ഞത്, അൽ ഷംസു എന്നല്ല. അതുപോലെ അഖമറു അല്ലെങ്കിൽ വഖമറു എന്നല്ല, മറിച്ച് വൽ ഖമറു. അവിടെ ലാമിൻ്റെ ഉച്ചാരണത്തോടു കൂടിയാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പേര് വേർതിരിച്ച് മനസ്സിലാക്കാം. ലാമിൻ്റെ ഉച്ചാരണം ഇല്ലാത്തത് അശംസു, ശംസിയ ആണെന്നും, ലാമിൻ്റെ ഉച്ചാരണം ഇൽ എന്ന ഉച്ചാരണം വരുന്നത് വൽ ഖമറു, ഖമരിയയാണ് എന്നും മനസ്സിലാക്കാം. ഈ രൂപത്തിൽ രണ്ട് അക്ഷരങ്ങൾ വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കി പഠിക്കുക. പരിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് അത് വളരെ പ്രധാനമാണ്. അല്ലാഹു യഥാർത്ഥ ഖാരിഈങ്ങളിൽ പെടുത്തുമാറാകട്ടെ.